ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കോട്ടയം ചങ്ങനാശ്ശേരി പാലാത്രയിലുള്ള ഇൻഡസ് മോട്ടോർ ഷോറൂമിലാണ്. സുസുക്കിയുടെ ഈ ഷോറൂമിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 22-ാം തീയതി തൊട്ട് നമുക്ക് GSTയുടെ റിഡക്ഷൻ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സുസുക്കി എക്സ്പ്രസോയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ റിവ്യൂ ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ഓൺ റോഡ് പ്രൈസ് എത്രയാണെന്നും അതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഓൺ റോഡ് പ്രൈസിലേക്ക് തന്നെ കിടക്കാം. 5,89,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വണ്ടി ഓൺ റോഡ് ഇറക്കാൻ പറ്റുന്നതാണ്, ഇൻക്ലൂഡിങ് ദ കൺസ്യൂമർ ഓഫർ ആൻഡ് ബുക്കിംഗ് ഓഫർ. ബുക്കിംഗ് ഓഫറും കൺസ്യൂമർ ഓഫറും കൂടെ ചേർന്നിട്ട് 35,000 രൂപ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഓൺ റോഡ് അത് കിഴിച്ച് കഴിയുമ്പോൾ 5,89,000 രൂപയ്ക്ക് ഫുൾ ഓപ്ഷൻ വണ്ടി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വണ്ടി നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും എക്സ്പ്രസോയുടെ. ആ വണ്ടിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വണ്ടി വരുന്നത് VXi പ്ലസ് AGS ആണ്, അതായത് ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ AMT വേരിയൻ്റ് ആണ് വണ്ടി വരുന്നത്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് നമുക്ക് വരുന്ന ഒരു ഫുൾ ഓപ്ഷൻ ടച്ച് സ്ക്രീൻ സിസ്റ്റം ഉൾപ്പെടെ വരുന്നൊരു മോഡലാണ് ഈ വണ്ടി വരുന്നത്. ഇതാണ് നമുക്ക് കീ വരുന്ന വണ്ടിയുടെ റിമോട്ട് കൺട്രോൾ കീ ആണ്. ഇതാണ് നമുക്ക് വണ്ടി വരുന്നത്. സെൻട്രൽ ലോക്കിംഗ് ഉൾപ്പെടെ ലഭിക്കുന്ന നല്ലൊരു ഫീച്ചർ റിച്ച് ആയിട്ടുള്ളൊരു മിനി SUV എന്ന് തന്നെ നമുക്ക് സുസുക്കി ഈ വണ്ടിയെ വിശേഷിപ്പിക്കുന്നു. വണ്ടിയുടെ ഫ്രണ്ട് ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ നല്ല ഉയർന്ന ഒരു SUV സ്റ്റൈൽ തരുന്ന ഒരു രീതിയിലാണ് നമുക്ക് ഫ്രണ്ട് ബോണറ്റ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് ഹെഡ്ലൈറ്റിലേക്ക് വരുവാണെങ്കിൽ ഹാലോജൻ ടൈപ്പ് ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. ഹൈ ബീമും ലോ ബീമും അതിൽ തന്നെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്ററും ഹാലോജൻ ടൈപ്പ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇത് നമുക്ക് വരുന്നത് ഫ്രണ്ടിലൊരു ബോൾഡ് ഡിസൈൻ കൊടുക്കുന്ന രീതിയിൽ ക്രോമിൻ്റെ ഒരു പാറ്റേൺ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ താഴേക്ക് നമുക്ക് വരികയാണെങ്കിൽ ഫോഗ് ലാംപ്സോ കാര്യമായിട്ട് അങ്ങനെയൊന്നും വരുന്നില്ല. ഇപ്പം നമ്മുടെ മോഡൽ വരുന്നത് ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആണ്. VXi പ്ലസ് AGS ആണ് വണ്ടി വരുന്നത്. ബാക്കി നമുക്ക് ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ താഴെ നമുക്കൊരു സിൽവർ ഫിനിഷുള്ള ഒരു സ്കിഡ് പ്ലേറ്റ് വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ. ഫ്രണ്ടിൽ ബോണറ്റിൽ നമുക്ക് ഒരു വാഷർ നോസ് വരുന്നുണ്ട്. വൈപ്പേഴ്സും കാര്യങ്ങളും ഇവിടെ വരുന്നു. നമുക്ക് ക്യാരക്ടർ ലൈൻസ് അങ്ങനെയൊന്നും ബോണറ്റിൽ വരുന്നില്ല. ഇവിടെ നമുക്ക് ഫോഗ് ലാംപ്സ് ഇല്ലെങ്കിലും അവിടെ ഒരു ചെറിയൊരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ സൈഡ് ഡിസൈനിലേക്ക് വരാം. സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ ആയിട്ടാണ് വരുന്നത്. പിന്നെ ടയർ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ 165/70R14 ടയറിൻ്റെ സൈസ് വരുന്നത്. ഈ വണ്ടിയുടെ ബാക്ക് ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാവുന്ന ഇവിടെ ഒരു ക്രോമിയം സ്ട്രിപ്പ് നമുക്ക് സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്. താഴെ സുസുക്കിയുടെ ഒരു ലോഗോ. മുകളിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ സ്പോയിലർ വരുന്നുണ്ട്. താഴെ നമുക്കൊരു സ്റ്റോപ്പ് ലൈറ്റ് കാണാം. പിന്നെ നമുക്ക് C ഷേപ്പിൽ ഇങ്ങനെ ഒരു പാർക്ക് ലൈറ്റ് വരുന്നുണ്ട്. താഴെ ഇൻഡിക്കേറ്റേഴ്സും അതിൻ്റെ താഴെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ റിവേഴ്സ് ലൈറ്റും വരുന്നുണ്ട്. ഇത് തന്നെയാണ് നമുക്ക് പാർക്ക് ലൈറ്റ് ബ്രേക്ക് ലൈറ്റ് ആയിട്ട് തന്നെ ഫങ്ഷൻ ചെയ്യുന്നു. താഴേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു റിഫ്ലക്റ്റേഴ്സ് വരുന്നുണ്ട്. താഴെ നമുക്ക് സിൽവർ ഫിനിഷുള്ള ഒരു സിറ്റ് പ്ലേറ്റ് വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ നമുക്ക് വണ്ടിക്ക് വരുന്നില്ല, നമുക്ക് എക്സ്ട്രാ അക്സസറി ആയിട്ട് അത് ചെയ്യേണ്ടി വരും. പിന്നെ എക്സ്പ്രസോയുടെ ഒരു ലോഗോ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ബ്രാൻഡിങ് വരുന്നുണ്ട്. താഴെ നമുക്ക് കീ ഒക്കെ ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. നമുക്ക് കീ ഇട്ട് തന്നെ ബൂട്ട് ഓപ്പൺ ചെയ്യേണ്ടി വരും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബാക്കിൽ വരുന്നത്. പിന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് പറയാവുന്നത് റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് 2 വരുന്നുണ്ട്. സൈഡ് ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ടയർ വരുമ്പം നമുക്ക് സസ്പെൻഷനിലേക്ക് കുറിച്ച് പറയുകയാണെങ്കിൽ പുറകിൽ ടോർഷൻ ബീമും ഫ്രണ്ടിൽ വരുന്നത് മക്ഫോർഷൻ സ്റ്റാർട്ടിൻ്റെ സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് സൈഡിൽ ഒരു ആക്സസറി ആയിട്ട് ഒരു ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു ഭാഗം. ഇനി നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് കിടക്കുകയാണെങ്കിൽ നല്ലൊരു പ്രീമിയംനെസ് ഫീൽ നമുക്ക് വണ്ടിക്ക് ഉള്ളിൽ കയറുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. അതിന് കാരണം ഒരു ടച്ച് സ്ക്രീൻ സിസ്റ്റം നമുക്ക് സെൻറ്ററിൽ വരുന്നുണ്ട്. മുകളിൽ നമുക്ക് ഡിജിറ്റലായിട്ട് തന്നെ സ്പീഡോമീറ്റർ ലഭിക്കുന്നുണ്ട്. താഴെ നമുക്ക് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് AGS ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് താഴെ കാണാം. പിന്നെ ഇപ്പുറം നമുക്ക് അതുപോലെ മൈലേജ് വരുന്നുണ്ട്. ഫ്യൂവലിൻ്റെ ഒരു ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. 2 സൈഡിലായിട്ടാണ് നമുക്ക് AC വെൻ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു
IRVMs വരുന്നുണ്ട്. മുകളിൽ നമുക്ക് ലൈറ്റ് റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട്. 2 സൈഡിലായിട്ട് നമുക്ക് അതുപോലെ തന്നെ സൺവൈസേഴ്സും വരുന്നുണ്ട്. പിന്നെ ഡാഷ്ബോർഡ് ഡിസൈൻ പറയുകയാണെങ്കിൽ ഒരു ഭംഗിയുള്ളൊരു ഡിസൈൻ തന്നെയാണ്. താഴെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്ന രീതിയിൽ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് സ്റ്റിയറിങ്ങിന് ഡിസൈൻ പറയുകയാണെങ്കിൽ സുസുക്കിയുടെ എല്ലാ വാഹനങ്ങളിലും കാണുന്ന വാഗണർ ഉൾപ്പെടെയുള്ള വാഹനങ്ങളും കാണുന്ന ഒരു സ്റ്റിയറിംഗ് ഡിസൈനാണ് നമുക്ക് വരുന്നത്. മ്യൂസിക് കൺട്രോൾസ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വരുന്നുണ്ട്. മ്യൂസിക് കൺട്രോൾസ് ഫോൺ കൺട്രോൾസ് ആണ്. നമുക്ക് വരുന്ന 7 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് സെൻറ്ററിൽ വരുന്നത്. സ്മാർട്ട് പ്ലേ സിസ്റ്റം ആണ് നമുക്ക് സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നത്. കമ്പനി നമുക്ക് വൈഡായിട്ട് തന്നെ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും കിട്ടുന്നതാണ് വൈഡായിട്ട് തന്നെ. ഇത് നമുക്ക് 2 സൈഡിലെ പവർ വിൻഡോസിൻ്റെ കൺട്രോൾസ് ആണ് ഇവിടെ 2 വരുന്നത്. താഴെ നമുക്ക് നോക്കുവാണെങ്കിൽ AC കൺട്രോൾസ് വരുന്നുണ്ട്. AC മാനുവലായിട്ട് തന്നെയാണ് വരുന്നത്. താഴെ USB-യുടെ ഒരു ഓപ്ഷനും ലെഫ്റ്റ് സൈഡിൽ പവർ ഔട്ട്ലെറ്റും വരുന്നു. പിന്നെ കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഗിയർ വരുന്നത്. ഇവിടെ നമുക്ക് ഹാൻഡ് ബ്രേക്കും കൊടുത്തിട്ടുണ്ട്. കംഫോർട്ടായിട്ട് തന്നെ ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് തന്നെയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഹെഡ് റെസ്റ്റ് ഫിക്സ്ഡ് ടൈപ്പാണ് വരുന്നത്. പിന്നെ അതുപോലെ നമുക്ക് ഗ്ലൗ ബോക്സ് നോക്കുകയാണെങ്കിൽ ഗ്ലൗ ബോക്സിലെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ അവിടെയും നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. എയർ ബാഗ് കൊടുത്തിരിക്കുന്ന അതിൻ്റെ ഒരു ലോഗോ കാണാം ഇവിടെ. ഈ കീ വരുന്നത് ഈ ഒരു രീതിയിലാണ്. നമുക്ക് റിമോട്ട് കൺട്രോൾ തന്നെ വരുന്നുണ്ട്. ലോക്ക് ആൻഡ് അൺലോക്ക് അതിൽ വരുന്നു. പിന്നെ ഇവിടെ നമുക്ക് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഒരു ഓപ്ഷൻ, ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഔട്ട് സൈഡ് നമുക്ക് മിറർ വരുന്നുണ്ട്. അത് നമുക്ക് ഇൻറ്റീരിയറിൽ ഇരുന്നാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് റൈറ്റ് സൈഡിലേക്കും പോയിന്റ് ചെയ്തുകൊണ്ട്. പിന്നെ AC വെൻസിൻ്റെ ഔട്ട്ലൈൻ നമുക്കൊരു സിൽവർ ഫിനിഷ് റൗണ്ട് വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് ലൈറ്റിൻ്റെ കൺട്രോൾസ് റൈറ്റ് സൈഡിൽ വരുന്നു. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോളാണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ലൈറ്റിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ താഴെയും വന്നിട്ടുണ്ട്. SRS എയർ ബാഗിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അത്യാവശ്യം ഉയർന്നു ഇരിക്കാവുന്ന ഒരു സീറ്റാണ് നമുക്ക് കമ്പനി കൊടുത്തിരിക്കുന്നത്. സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. പിന്നെ നമുക്ക് പറയാവുന്നത് ഇവിടെ ഡോറിനെ കുറിച്ചാണ്. ഡോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു കുപ്പി വെക്കാവുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് താഴെ വരുന്നുണ്ട്. നോർമലായിട്ട് വരുന്ന ഒരു ഡോർ തന്നെയാണ്. പ്രത്യേകിച്ച് അവിടെ ഒന്നും പറയാനില്ല. നമുക്കിനി ബാക്ക് സീറ്റിലേക്ക് കടക്കാം. ബാക്ക് സീറ്റിലേക്ക് വരികയാണെങ്കിൽ ഹെഡ് റെസ്റ്റും ഫിക്സ്ഡ് രീതിയിൽ തന്നെയാണ് ബാക്കിൽ നമുക്ക് കിട്ടുന്നത്. നല്ല സ്പേസ് ഉണ്ട്, ആമ്പിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് വണ്ടിക്ക്. പിന്നെ നമുക്ക് ഉയർന്നിരിക്കുന്ന ഒരു സീറ്റിംഗ് പൊസിഷനും കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് മാനുവലി തന്നെയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് പവർ വിൻഡോസ് വണ്ടിക്ക് ബാക്കിൽ വരുന്നില്ല, ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പാഴ്സൽ ട്രേ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. ബാക്കിലൊന്നും റീഡിംഗ് ലൈറ്റ്സ് ഒന്നും വരുന്നില്ല, ഫ്രണ്ടിലുള്ളത് തന്നെ ഉള്ളൂ. ബൂട്ട് കപ്പാസിറ്റിയിലേക്ക് വരികയാണെങ്കിൽ 270 ലിറ്ററിൻ്റെ ഒരു ബൂട്ട് കപ്പാസിറ്റിയാണ് വരുന്നത്. അത്യാവശ്യം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാവുന്ന ഒരു സ്പേസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. സ്റ്റെപ്പിനി ടയേഴ്സിലേക്ക് വരികയാണെങ്കിൽ സ്റ്റെപ്പിനി ടയേഴ്സിൻ്റെ സെക്ഷൻ വരുന്നത് 165/70 R14 ആണ് സ്റ്റെപ്പിനി ടയേഴ്സ് വരുന്നത്. 270 ലിറ്ററിൻ്റെ ഒരു ആമ്പിൾ സ്പേസ് തന്നെ നമുക്ക് ബൂട്ട് സ്പേസ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ ലെങ്ത് ഡയമെൻഷൻസിലേക്ക് കടക്കാം. ലെങ്ത് പറയുകയാണെങ്കിൽ 3.56 മീറ്ററിൻ്റെ ഒരു ലെങ്ത് ആണ് വണ്ടിക്ക് വരുന്നത്. വിഡ്ത്ത് എന്ന് പറയുന്നത് 1.52 മീറ്ററും അതുപോലെ ഹൈറ്റ് വരുന്നത് 1.56 മീറ്ററുമാണ്. ഈ വീൽ ബേസിനെ കുറിച്ച് വരികയാണെങ്കിൽ 2.38 മീറ്ററിൻ്റെ ഒരു വീൽ ബേസ് വരുന്നുണ്ട്. നമുക്ക് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ എഞ്ചിനെ കുറിച്ചാണ്. 1000 cc ഒരു എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. K10 സീരീസിലെ ഒരു എഞ്ചിനാണ്. ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് വരുന്നത് 68.5 PS-ൻ്റെ ഒരു പവറും അതുപോലെ 91 Nm-ൻ്റെ ഒരു ടോർക്കുമാണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 27.4 ലിറ്ററിൻ്റെ ഒരു ഫ്യൂവൽ കപ്പാസിറ്റിയും വണ്ടിക്ക് വരുന്നുണ്ട്.